മലയാള സിനിമ മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ തന്നെ വൻ റിലീസായാണ് എമ്പുരാൻ എത്തുന്നത്. മോളിവുഡിന്റെ ഇതുവരെയുള്ള ചരിത്രമെല്ലാം മാറ്റിമറിക്കാൻ പോകുന്നതാണ് ചിത്രമെന്നാണ് പ്രേക്ഷകരും വിശ്വസിക്കുന്നത്. ചിത്രത്തിന്റെ റിലീസ് സംബന്ധിച്ച് നിലനിന്നിരുന്ന ആശയക്കുഴപ്പങ്ങളെല്ലാം ദൂരീകരിക്കപ്പെട്ടപ്പോൾ ആവേശത്തിലാണ് ആരാധകരും. ചിത്രം മുൻ നിശ്ചയിച്ച പ്രകാരം മാർച്ച് 27 തന്നെ തിയേറ്ററുകളിലെത്തും. ബജറ്റിന്റെയും ക്യാൻവാസിന്റെയും വലിപ്പത്തിനനുസരിച്ച് വൻ വിതരണക്കാരാണ് നോർത്ത് ഇന്ത്യയിലും ചിത്രം ഏറ്റെടുക്കുന്നത്. പുഷ്പ 2 എന്ന അല്ലു അർജുൻ ചിത്രം ഉത്തരേന്ത്യയിൽ ഇതുവരെ കാണാത്ത രീതിയിൽ വിതരണം ചെയ്ത് വിജയിപ്പിച്ച ഫിലിംസ് തന്നെയാണ് എമ്പുരാൻ ഉത്തരേന്ത്യയിൽ വിതരണം ചെയ്യുന്നത്. ചിത്രത്തിന്റെ സംവിധായകനായ പൃഥ്വിരാജും നായകൻ മോഹൻലാലും ഇതു സംബന്ധിച്ച് പോസ്റ്റ് ഇടുകയും ചെയ്തു. അനിൽ തഠാനിയുടെ ഫിലിംസുമായുള്ള സഹകരണം അഭിമാനകരമാണെന്നാണ് പൃഥ്വിയും മോഹൻലാലും പറയുന്നത്. അതേസമയം എമ്പുരാന്റെ ഓവർസീസ് തിയേറ്ററിക്കൽ അഡ്വാൻസ് ഇനത്തിൽ നേടിയിരിക്കുന്നത് 30 കോടിയിലധികം രൂപയെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിനു മുൻപ് ഈ ഇനത്തിൽ ഒന്നാമതായിരുന്ന കിങ് ഓഫ് കൊത്തയെ ഇതിനകം തന്നെ എമ്പുരാൻ മറികടന്നു. അതായത് റിലീസിന് മുൻപ് തന്നെ ചരിത്രം സൃഷ്ടിക്കുകയാണ് എമ്പുരാൻ. ഇപ്പോഴിതാ ഓവർസീസ് റിലീസ് സെന്ററുകളിലും ചിത്രം റെക്കോർഡുകൾ തൂക്കുന്നതായാണ് വിവരം. വിദേശത്ത് മാത്രം ചിത്രം 1000-ലധികം തിയേറ്ററുകളിൽ എത്തുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഒരു മലയാള സിനിമയ്ക്ക് നേടാനാകുന്ന റെക്കോർഡുകളിൽ ഏറ്റവും വലുതാണ് ഇത്. വിദേശത്തെ അതത് മാർക്കറ്റുകളിൽ ഏറ്റവും പ്രമുഖരായ വിതരണ കമ്പനികളാണ് എമ്പുരാൻ വിതരണം ചെയ്യുന്നത്. UK, യൂറോപ്പ് റൈറ്റ്സ് RFT ഫിലിംസിനാണ്. അതേസമയം ശ്രീഗോകുലം മൂവീസ് കൂടി എത്തിയതോടെയാണ് ചിത്രത്തിന്റെ പ്രതിസന്ധികൾ ഒഴിഞ്ഞത്. പ്രധാന കഥാപാത്രത്തിൽ മോഹൻലാൽ എത്തുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ്, മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, ഇന്ദ്രജിത്ത് സുകുമാരൻ, സുരാജ് വെഞ്ഞാറമൂൺ, ജെറോം ഫ്ലിൻ, ബൈജു, സായ്കുമാർ, ആൻഡ്രിയ ടി വാഡർ, അഭിമന്യു സിംഗ് തുടങ്ങി നിരവധി പേരാണ് അണിനിരക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.